വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ അതേപോലെ കരിങ്കുട്ടിയെ അവർക്ക് ഉചിതമായ തരത്തിൽ ഇഷ്ടമായ തരത്തിൽ അവരെ പൂജിക്കുകയാണെങ്കിൽ അവരുടെ വളരെയധികം ഇഷ്ടങ്ങളും അനുഗ്രഹങ്ങളും ആ പൂജിക്കുന്ന വ്യക്തികൾക്കുണ്ടായിരിക്കും. പഴയ കാലം തൊട്ട് തന്നെ കുടുംബ നാലാമയിടത്തേക്ക് ഉപാസന കഴിഞ്ഞു കൊണ്ടുവന്ന മുതുമുത്തച്ഛന്മാര് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. അത് അവർ കൊടുക്കുന്ന ഭക്ഷണം എന്തോ ആവട്ടെ അത് സ്വീകരിക്കാൻ അവരും തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യമായാലും മാംസമായാലും അവർക്കൊക്കെ നിവേദിച്ചിരുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മത്സ്യത്തിനോടൊക്കെ ചില ആളുകൾക്ക് കഴിക്കാത്തവർക്ക് അത് വലിയൊരു വിഷമായി. അത് മാംസം കൊടുക്കുന്നവരിതുണ്ടായി, വെച്ച് നിവേദിക്കുക. അതേപോലെ തന്നെ കോഴീനെ അറുത്തിട്ട് കോഴീനെ ആടിനൊക്കെ മൃഗബലിയൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ളതാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും വിഷ്ണുമായുടെ അല്ലെങ്കിൽ ദേവിമാരുടെ കളത്തിനെ അല്ലെങ്കിൽ അവരുടെ കർമ്മത്തിനെ അത് അറുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കൂടുതൽ പ്രശ്നങ്ങളാക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ചാത്തന്മാർക്ക് വെച്ച് നിവേദ്യം, അതേപോലെ തന്നെ ഈ കോഴീനറുത്ത് അവർക്ക് അതിൻ്റെ കോഴിച്ചോര വീഴ്ത്തി അതിനുള്ള കർമ്മങ്ങൾ, ആ വീഴ്ത്തിയ ചോര അതിപ്പോ അവർക്ക് ചെയ്യുന്ന കളത്തില്, ആ കളത്തില് 16 അടിക്കാണ് ഭദ്രകാളിക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീരഭദ്രനായാലും ഇവിടെ വിഷ്ണുമായിക്കോ അല്ലെങ്കിൽ കരിങ്കുട്ടിക്കോ രണ്ടും രണ്ടാണ് കേട്ടാ. അച്ഛൻ ഒരാളായാലും രണ്ടും രണ്ട് ജന്മങ്ങളാ, അതുകൊണ്ട് ഒന്നിന്ന് വന്നിട്ടുള്ളതല്ല, ഒരുന്നിലുള്ളതല്ല. പലരും പറയുന്നുണ്ട് വിഷ്ണുമായാണ് മൂത്തത് കരിങ്കുട്ടിയാണ് മൂത്തത്. എന്തോ മൂത്തതാവട്ടെ, 400 കൊച്ചുകുട്ടി ചാത്തന്മാരിൽ പെട്ടതാണ് ഈ വിഷ്ണുമായും കരിങ്കുട്ടി എന്ന് പറയുന്നത്. അത് അബദ്ധമാണ്, രണ്ടും രണ്ടാണ്. കല്ലടിക്കോട് കരിനീലി പെറ്റ മകനാണ് കരിങ്കുട്ടി. കൂളിവാക, കൂളിവാക എന്ന് പറയുമ്പോൾ അത് വളർത്തമ്മയാണ്. കൂളിവാകയുടെ വേഷം, അതായത് ശ്രീ പരമേശ്വരി ആ കൂളിവാകയുടെ വേഷത്തിൽ നിന്നും അതിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ വേഷത്തോടു കൂടിയിട്ടുള്ള സംയോഗത്തോടു കൂടി ഉണ്ടായിട്ടുള്ളതാണ് വിഷ്ണുമായ ചാത്തൻ. മറ്റത് നീലി, ആ നീലിയമ്മയുടെ മകനാണ്. അപ്പൊ ഈ പറഞ്ഞു വന്ന് രണ്ടുപേർക്കും 9 തന്നെ കളട്ടിട്ട് കർമ്മം ചെയ്യുക. 9 അടിക്ക് കളട്ടിട്ട്, ആ 9 അടിക്ക് കളട്ടിട്ട് അതിന്റെ നറുക്ക് വെച്ച് അരി നെല്ല് തവിടൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുക. അതിലുപരി വളരെ എക്സ്ട്രാ പവറുള്ളതാണ് കാഞ്ഞിരത്തിന്റെ ഇല വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഈ 9 അടിക്ക് കളം വെച്ച് കെട്ടി അതിൽ കാഞ്ഞിരത്തിന്റെ ഇല കൊണ്ട് നറുക്ക് വെട്ടിയിട്ട് അത് വെച്ച്, ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഈ അരിനെല്ല് വെച്ച് അതേപോലെ തന്നെ തവിടുണ്ടാക്കി. ഇനിയിപ്പോൾ തവിടിൻ്റെ ഒപ്പം കുറച്ച് മലരോ അവലോ ഉണ്ടെങ്കിൽ അത് വിശേഷമായി. എന്നിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് അതിൽ കോര് കൂട്ടി കള്ള് ഗുരുതി ബ്രാൻഡി ഇതോട് കൂടിയിട്ട് ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞ്, ഇതായും പറഞ്ഞ പൂർവികമായിട്ട് കൊണ്ടുവന്നിരുന്ന ഗുരുമുത്തച്ഛന്മാർക്ക് അവർക്ക് ഉചിതമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ആളുടെ ഉചിതമല്ല. ഏതാ മൂർത്തി, ആ മൂർത്തിക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ അവർ ചെയ്തിരുന്നത്. അവര് വെള്ളരി അല്ലെങ്കിൽ പായസം ഇതൊന്നും വെച്ചിട്ടല്ല ചാത്തനെ മലബാരൻ മൂർത്തികൾക്ക് ചെയ്തിരുന്നത്. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് അങ്ങനെ വന്നിട്ടുള്ളത്, ആ ചുറ്റുപാടുകളെ കൊണ്ട്. മറ്റത് ഇവർക്ക് ഈ ശക്തിയായ പൂജകള്, അതേപോലെ തന്നെ കൗളാചാരപ്രകാരം മധ്യമകർമ്മം എന്ന് പറയും. മദ്യം മാംസം എല്ലാം വെച്ചിട്ട് അത് പറഞ്ഞു വന്നത് കാഞ്ഞിരത്തിന്റെ ഇലയില് അതിൻ്റെ പ്രത്യേകതയുണ്ട്. വിഷ്ണുമായിക്കാണെങ്കിൽ കാഞ്ഞിരത്തിന്റെ കുറുവടിയാണ്. അതേപോലെ തന്നെ കാഞ്ഞിരത്തിന്റെ പലകയില് കരിങ്കുട്ടിക്കോ അവർക്ക് പീഠങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും പ്ലാവിന്റെ വരിക്കപ്പിലാവിലാണ് എങ്കിലും അതേപോലെ തന്നെ വെച്ച് പൂജിക്കാനായിട്ട് കാഞ്ഞിരത്തിന്റെ പലകയ്ക്ക് ഉപയോഗിക്കും. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാഞ്ഞിരത്തിന്റെ ഇലയില് കർമ്മം ചെയ്യുക, മറ്റേ കള്ളും തവിടൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അവരെ സ്വീകരിക്കുക. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ആ മൂർത്തികളായ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കർമ്മം ചെയ്യുന്നതായ കർമ്മി ഒരിക്കലും പോത്തിന്റെ ഭക്ഷണം, പോത്തിന്റെ മാംസം കഴിക്കരുതെന്നാണ് ഇപ്പോഴുള്ളതല്ല, പൂർവികാചാരം തൊട്ട് പറഞ്ഞു വരുന്നത്. കാരണം ഈ ചാത്തന്മാരുടെ വാഹനം പോത്താണ്. ആ ഭഗവാന്റെ വാഹനത്തിന് അല്ലെങ്കിൽ ആ പോത്തിന് മഹിഷം അതിനെ കഴിക്കുന്നവർ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഒരു കർമ്മി അല്ലെങ്കിൽ ചാത്തനുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മാംസം കൊണ്ടുവരാൻ പാടില്ല.
അത് കൂടുതൽ ദുരിതങ്ങളോ വിഷമങ്ങളോ ഉണ്ടാക്കുള്ളൂ. ആ ഭഗവാന്റെ പ്രീതി കുറയാനായിട്ട് വളരെയധികം കാരണം ഉണ്ടാവും, അപ്രീതി ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് പോത്തിൻ്റെ മാംസം കഴിക്കരുത്, മറ്റെന്ത് വേണമെങ്കിലും ആവാം. അതേപോലെ തന്നെയാണ് മദ്യം. ആ ഭഗവാൻ ഇഷ്ടമുള്ളതാണ്, ആ ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കുക, അവരുടെ ഇഷ്ടം അത് കഴിച്ചിട്ട് ആ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ കള്ളോ ഗുരുതിയോ ബ്രാൻഡോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിവേദിക്കുക, അത് ആ കളത്തിൽ തന്നെ സമർപ്പിക്കുക. ഒരിക്കലും കർമ്മി കഴിക്കണമെന്ന് പറയണില്ല. ഉള്ള മദ്യമൊക്കെ കഴിച്ചിട്ട് ബോധം കെട്ടിട്ട് വരുന്ന ആളുകളോടും എന്തൊക്കെയോ പറയാം, ഇരിക്കുന്ന വീട്ടുകാരോടും പറയാം, തല്ലും മുഴക്കും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഇതിനോടുള്ള ആ ഇഷ്ടങ്ങളോ ഇതിനോടുള്ള ആചാരങ്ങളോ തലമുറകൾ ഇതിനെ ആചരിക്കേണ്ടതോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം മദ്യം കഴിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ അലമ്പുണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ സഹിക്കുള്ളൂ, കൂടുതലായി കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഈ ചാത്തനെ അല്ലെങ്കിൽ കരിങ്കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റു മൂർത്തികൾക്കോ മദ്യം നിവേദിക്കുമ്പോൾ ആലോചിക്കുക, അദ്ദേഹത്തിനുള്ളത് നിവേദിക്കുക. അത് അവിടെ തന്നെ ഗുരുതി എന്തായാലും കമഴ്ത്തണം. ഗുരുതി കമഴ്ത്തിയിട്ടാണ് ഏത് പൂജ ചെയ്ത് അവസാനിപ്പിക്കുക. അതിനോടുകൂടി തന്നെ മദ്യം അതിലേക്ക് സമർപ്പിക്കുക. അതിനുശേഷം അതിന് മുന്നേ കോഴീനെ കർമ്മം ചെയ്തതിന് ശേഷം അത് കോഴീനെ നന്നാക്കി അതിനെ പാകം ചെയ്ത് വന്ന് ഭഗവാനെ നേദിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഗുരുതിയൊക്കെ കമഴ്ത്തേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കർമ്മികളാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, കൂടുതൽ പവർ ഉണ്ടായിരിക്കും. അത് കറുത്ത വാവ് ദിവസങ്ങളിൽ അമാവാസി ദിവസങ്ങളിൽ അതിൽ ഒന്നുകൂടി വിശേഷമായി. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അത് അവർ ഒരു അറിവാവട്ടെ. അപ്പോൾ ആ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് പരിപാലിക്കേണ്ട, കൃത്യമായിട്ട് പൂജ ചെയ്യേണ്ടത് അത് ഒരിക്കലും മറക്കാതിരിക്കുക. അതിന് മധ്യമില്ല വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ഭഗവാനെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സാണ്. ഇതെല്ലാം ഉണ്ട് എന്ന് സങ്കല്പിച്ച് നമ്മൾ വെറുതെ ഒരു ഗുരുതി ഉണ്ടാക്കിയിട്ട് അത് നിവേദിച്ചാലും പൂജിച്ചാലും അദ്ദേഹം അത് കൈക്കൊള്ളും. കാരണം നമ്മുടെ കയ്യിൽ അതുള്ളൂ. അതിൽ അദ്ദേഹം സന്തോഷന തൃപ്തനാണ്. കാരണം ഉണ്ടായിട്ട് കൊടുക്കല്ലോ, അല്ലെങ്കിൽ ഉണ്ടായിട്ട് കുടിച്ച് ആർമാദിച്ചിട്ട് ആ കലം ഉണ്ടാക്കല്ലേ. നമുക്ക് എന്തുകൊണ്ട് ഇല്ല ഇതുള്ളൂ, ഇതുകൊണ്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കർമ്മികളൊക്കെ അതിന് ഉചിതമായ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വേർപാടുകളും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രേത വേർപാട് മറ്റുള്ള ബാധാദോഷങ്ങളൊക്കെ വേർപാടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൂർത്തികൾ അത്രയും പവർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക. കർമ്മിയോട് കുടിക്കാൻ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നില്ല. അത് കൂടുതൽ കഴിക്കുന്നതോറും ഓരോരുത്തരായിട്ട് പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ, വഴക്കേ ഉണ്ടാകുള്ളൂ. കാരണം നിത്യം ഇങ്ങനെ കഴിക്കുന്നത് അവരുടെ ആ ബോധത്തിൻ്റെ ആ ബോധമണ്ഡലം തന്നെ മറച്ചു പോകും. അതിൻ്റെ പേരും കൂടി ഈ തുള്ളുന്ന മൂർത്തികൾക്ക് വിഷ്ണുവായിക്കാവട്ടെ കരിങ്കുട്ടിക്കോ ദേവിക്കോ ചാർത്തരുത് ഒരിക്കലും. കാരണം അവരിതൊന്നും ആവശ്യപ്പെട്ടില്ല, പറയണില്ല. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന തരത്തിലും പറയണില്ല. എടാ പോടാന്നൊക്കെ പറയും, അതൊന്നുമില്ല. അതെന്താ സന്താനമാണ് ഇവിടുന്ന് വരുന്ന ആളോട് അഭിസംബോധന ചെയ്യുക. എന്താ സന്താനെ, എന്താ ഉണ്ണികളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അല്ലാണ്ട് എടാ പോടാന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരാളും കൽപ്പന പറയില്ല. അപ്പം ഇതൊക്കെ മദ്യം കഴിക്കുമ്പോൾ വരുന്നവരുടെ സംഗതികളാണ്. അപ്പോൾ വിഷ്ണുവാചാത്തിനെ അല്ലെ കരിങ്കുട്ടിക്ക് പിന്നെ പ്രത്യേകിച്ച് മലബാരം മൂർത്തിയുള്ള കല്ലെടുക്കൂട് കരിനീലിമയ്ക്കോ കാഞ്ഞിരത്തിൻ്റെ ഇല വെച്ച് അത് 9 അടിക്കാവാം 5 അടിക്കാവാം ഒറ്റ നിറക്കായാലും കാഞ്ഞിരത്തിൻ്റെ ഇലയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.